ഹലോ ഫ്രണ്ട്സ്. അങ്ങനെ രണ്ട് സന്തോഷ വാർത്തയാണ് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോഴാണ് ഒരു സംഭവത്തിനൊക്കെ അനക്കമൊക്കെ വെച്ച് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ആ രണ്ട് സന്തോഷ വാർത്തകൾ എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് ഒരു ഇമ്പോർട്ടൻ്റ് വിവരമുണ്ട്. സെക്കൻഡ് ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇന്നൊരു അടിപൊളി സീരീസ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്ത് വരിക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ സന്തോഷ വാർത്ത വേറെ ഒന്നുമല്ല, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിൽ നിന്നാണ്. അങ്ങനെ ഒരു അനക്കവും ഇല്ലാണ്ട് ഇങ്ങനെ ഒരു പടമുണ്ടെന്ന് പോലും തോന്നിക്കാത്ത രീതിയിലായിരുന്നു പ്രൊഡക്ഷനും ഡയറക്ടറും ഒക്കെ അനക്കമില്ലാണ്ടിരുന്നത്. എന്നാൽ ഇന്നലെ ഒഫീഷ്യലായിട്ട് അപ്ഡേറ്റ് വന്നു കഴിഞ്ഞു. നമ്മുടെ ഒരു ദളപതി ഫാൻ ഡയറക്ടർ വെങ്കട്പ്രഭുവിനോടൊന്ന് വേഗം ഫസ്റ്റിൽ വിട്ടാൽ മതിയായിരുന്നു എന്നൊരു കമൻറ്റ് ചെയ്തു. അതിനപ്പോൾ തന്നെ കമൻറ്റ് റിപ്ലൈ ആയിട്ട് കൊടുത്തു, ടു എർലിയർ ബോ എന്ന് പറഞ്ഞിട്ട് റിപ്ലൈയും കൊടുത്തു. അതായത് പെട്ടെന്ന് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൺഫേം ആയി മാർച്ച് ഫസ്റ്റ് വീക്ക് ഫസ്റ്റ് സിംഗിൾ എന്നത്. അങ്ങനെ ഒരു അപ്ഡേറ്റ് എങ്കിലും കിട്ടി. ഇനി പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് അനൗൺസ്മെൻറ്റ് കൂടി വന്നാൽ മതി. അത് എന്തായാലും മാർച്ചിലുണ്ടാവും. നല്ലൊരു സന്തോഷ വാർത്ത തന്നെയാണിത്. എന്തായാലും അതിനുവേണ്ടി കാത്തിരിക്കാം. ഇനി രണ്ടാമത്തെ വാർത്ത വളരെ വളരെ ഹാപ്പി ന്യൂസാണ്. നമ്മളെല്ലാവരും കരുതുന്നത് ദളപതി 69ഓടെ വിജയ് പടം ചെയ്യുന്നത് നിർത്തുമെന്നാണല്ലോ. അങ്ങനെ ഒരു സാഡ് മൂമെൻറ്റിലാണ് കേരള ഫാൻസ് ഉള്ളത്. എന്നാൽ അത് പൂർണ്ണമായും ശരിയല്ല എന്നാണ് പ്രൊഡ്യൂസർ ധനഞ്ജയ് എന്ന ആൾ പറഞ്ഞിരിക്കുന്നത്. ബ്രേക്ക് എടുക്കും, 2026 മാത്രമാണ് ബ്രേക്ക് എന്നും വെറും ഒരു വർഷം മാത്രമാണ് വിജയ് സാർ ബ്രേക്ക് എടുക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2025 പടം റിലീസ് ചെയ്യും. അതിനുശേഷം 2026 ഫുൾ ബ്രേക്ക് എടുക്കും. 2027 വീണ്ടും സിനിമ മേഖലയിലോട്ട് വരും. പുതിയ പടത്തിന് ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ദളപതി 70 ചെയ്യാൻ വേണ്ടി വരുന്ന ഡയറക്ടറിന് ഇതിൽ ഒരു ലെക്കുണ്ട്. സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ 1 വർഷത്തിന് മുകളിലും ടൈമുണ്ട്. പക്ക പ്രൊഡക്റ്റ് കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വിവരം പറഞ്ഞ പോലെ സത്യമായ മതിയായിരുന്നു. വെറും 1 വർഷമാണ് ബ്രേക്ക് എന്നതൊക്കെ വെയിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ വിചാരിച്ചത് ഒരു 5-6 വർഷമൊക്കെ എടുക്കുമെന്നാണ് ബ്രേക്ക്. എന്തായാലും നടക്കാതിരിക്കട്ടെ. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്നവരെ കമൻറ്റ് ചെയ്യൂ. പിന്നെ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും അങ്ങോട്ട് തട്ടി വിടുക. സൈഡായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ആൻഡ് ബെല്ലൈക്കൻ കൂടി തട്ടിവിട്ട് നന്നായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.